കുംഭകർണൻ എന്ന് വിളിക്കപ്പെടുന്ന രാമായണ കഥാപാത്രത്തെ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ അദ്ദേഹം രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാമായണം ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത് രാമരാവണ യുദ്ധത്തിലെ കുംഭകർണൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മോക്ഷമാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ കുംഭകർണൻ? അദ്ദേഹം രാവണൻ്റെ അനുജനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരായിരുന്നു? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ലങ്കയിലേക്കല്ല, മറിച്ച് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണന് 2 കാവൽക്കാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ജയൻ, ഒരാളുടെ പേര് വിജയൻ. അവർക്ക് ചില സമയത്തൊക്കെ തോന്നും എല്ലാവർക്കും കാവൽ നിൽക്കണ ഭഗവാന് നമ്മളാണല്ലോ കാവൽ നിൽക്കുന്നത്. ഭഗവാൻ നമ്മളും താഴെയാണെന്നാണ് അതിൻ്റെ സങ്കല്പം. കുറച്ച് അഹങ്കാരം അവർക്ക് ഇല്ലായ്ക ഉണ്ടായിരുന്നില്ല. അത്രയധികം നല്ല ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഭഗവാന്റെ അടുത്ത് താമസിക്കാൻ പറ്റിയിട്ടും ചില ആളുകൾ അങ്ങനെയാണ്, നല്ല ബുദ്ധി ഉണ്ടാവില്ല. അങ്ങനെ അവർ കാവൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ സനകാദി മുനിമാർ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. അവർ കുട്ടികളാണ്, കുഞ്ഞു പിള്ളേരാണ്. അവർ വസ്ത്രം ഉപയോഗിക്കില്ല. അപ്പം ഇവർ ഈ കാവൽ നിൽക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ വസ്ത്രം എടുക്കാതെ വൈകുണ്ഠത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ ജയനും വിജയനും ഈ കുട്ടികളെ തടഞ്ഞു. നിങ്ങൾക്കൊന്നും ദേഹാഭിമാനമില്ലേ കുട്ടികളെ? ഒരാളെ കാണാൻ ഇങ്ങനെയാണോ വരിക? അദ്ദേഹം എന്ന് പറഞ്ഞാൽ നാരായണനാണ്. നിങ്ങളിങ്ങനെ വസ്ത്രം കൊടുക്കാതെ അദ്ദേഹത്തിന് മുമ്പ് പോയി കഴിഞ്ഞാൽ എത്ര മോശമാണ്. പോയി വസ്ത്രം എടുത്തിട്ട് വരൂ, ഇങ്ങനെ നടക്കാൻ നാണല്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ കൂടെ അപമാനിച്ചു. അവർ സനകാദി മുനികളാണ്, അവർക്ക് ദേഹാഭിമാനമില്ല, അവർക്ക് കാണുന്നതൊക്കെ ബ്രഹ്മാണ്. അത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ കാവൽക്കാർക്ക് ഇല്ലാതായി പോയി. എന്തായാലും അവർക്കും തോന്നി ഭഗവാന്റെ കാവൽക്കാരായിട്ട് ഭഗവാന്റെ തൊട്ടടുത്ത് താമസിക്കാൻ അവസരം കിട്ടിയിട്ട് ദുർബുദ്ധിയാണല്ലോ 2 എണ്ണത്തിനുള്ളത്. എന്നാൽ ഈ സ്ഥാനം ഇനി നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ആൾക്കാരാ ഇവിടേക്ക് വരേണ്ടത്. നിങ്ങൾക്ക് ഭേദബുദ്ധിയുണ്ട്, അതുകൊണ്ട് 3 ജന്മം അസുരന്മാരായിട്ട് പോയിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ഈ ശാപം കിട്ടിയ ജയനും വിജയനുമാണ് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിക്കുന്നത്. 2ാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നത്. ഒരു ജന്മം കൂടി അവർക്ക് ഉണ്ടായിരുന്നു, കൃഷ്ണാവതാര സമയത്ത് ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട് ജനിക്കുന്നത്. അങ്ങനെയാണ് കുംഭകർണന്റെ ജനനം ഉണ്ടാവുന്നത്. വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിക്ക് കൈകസിയിൽ ഉണ്ടായിട്ടുള്ള 2ാമത്തെ കുട്ടി. ആ കുട്ടിയും തൻ്റെ ഏട്ടനെ പോലെ തപസ് ചെയ്തിട്ടുണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അദ്ദേഹം നേടിയ വരാണ് ബഹുരസം. അദ്ദേഹത്തിന് ബ്രഹ്മാവിനെ മുമ്പ് കണ്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പെട്ടെന്ന് തോന്നിയില്ല. അദ്ദേഹത്തിന് തോന്നി ഈ ദേവന്മാരില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിർദേവത്വം വേണം എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ സരസ്വതി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അദ്ദേഹം ചോദിച്ചത് നിദ്രാത്വം വേണമെന്നാണ്. വെച്ചാൽ സദാസമയവും ഉറങ്ങാൻ പറ്റണം. ബ്രഹ്മാവാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി, ഇയാളെ കൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിന് ബോധം വന്നത്, ചോദിച്ചത് മാറിപ്പോയി എന്ന്. ഒരു ചാൻസ് കൂടെ നമ്മൾ ചോദിക്കാറില്ലേ, അതുപോലെ അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് പാവം ബ്രഹ്മാവ് കുറേയൊക്കെ വിഷമമൊക്കെ കണ്ടു പറഞ്ഞു, ജീവിതത്തിൽ പകുതി സമയം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 6 മാസം ഒരു വർഷത്തിൽ താൻ ഉറങ്ങുകയായിരിക്കും, 6 മാസം തനിക്ക് എണീറ്റിരിക്കുക. ഇങ്ങനെയായിരുന്നു കുംഭകർണൻ്റെ ജീവിതം. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണനെ സഹായിക്കാനായി കുംഭകർണൻ പോകുന്നുണ്ട് യുദ്ധമുഖത്തേക്ക്. അദ്ദേഹം വലിയ നാശമാണ് വാനരസേനയ്ക്ക് വരുത്തിയിട്ടുള്ളത്. മഹാവീരനായിരുന്നു. അദ്ദേഹത്തെ ഭഗവാൻ വധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഈ കുംഭകർണനെ ഉണർത്താനായിട്ട് വാനര സൈന്യത്തിനെ തകർക്കാനായി കുംഭകർണൻ വേണം എന്ന് ബോധ്യം വന്ന രാവണൻ പല മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും തൻ്റെ അസുര സൈന്യത്തെ ഉപയോഗിച്ച് കുംഭകർണനെ ഉണർത്താൻ ശ്രമിക്കുന്നതൊക്കെ തമാശയായിട്ട് നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ഒരു കോമാളിയായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് പലരുടെയും മനസ്സിൽ ഈ കുംഭകർണനുള്ളത്. എപ്പോഴും കഴിക്കുക, എപ്പോഴും ഉറങ്ങുക, അങ്ങനെ ഒരാൾ. ദയവായിട്ട് അദ്ദേഹത്തെ അങ്ങനെ കാണരുത്. അദ്ദേഹത്തിന് ധർമ്മബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനെ ഉപദേശിക്കുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കൃത്യമായിട്ട് രാവണന് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുദ്ധത്തിൽ അങ്ങ് എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങളൊന്നും ശരിയായിട്ടില്ല, വിഭീഷണനെ ഇവിടുന്ന് പറഞ്ഞയക്കാനേ പാടില്ലായിരുന്നു എന്നുള്ള നിലപാടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇത്രയൊക്കെ ധർമ്മം പറഞ്ഞാലും എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങയെ സഹായിക്കുകയാണ്. അങ്ങ് എൻ്റെ സഹോദരനാണ്, ഏട്ടൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അനിയൻ്റെ ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ഇതാ യുദ്ധത്തിന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ രാമരാവണ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ആയുധങ്ങളൊന്നും അല്ലാതെ ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം വലിയ പൈൻ മരത്തടികൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു വാനര സൈന്യത്തെ എന്നാണ്. വലിയ നാശം അദ്ദേഹം വരുത്തി വാനര സൈന്യത്തിന്. ആ സമയത്ത് വിഭീഷണൻ കൃത്യമായിട്ട് ഭഗവാനോട് പറയുന്നുണ്ട്,
ഭഗവാനെ, ഇദ്ദേഹത്തെ ഇങ്ങനെ കുറേ സമയം നമ്മുടെ സൈന്യത്തിനിടയിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നിഗ്രഹിക്കണം എന്നുള്ളൊരു ഭാവം. അത് അദ്ദേഹം സ്വന്തം സഹോദരനായതുകൊണ്ട് എടുത്തു പറയണില്ലെങ്കിൽ പോലും അതാണ് വിഭീഷണൻ ഉദ്ദേശിച്ചതെന്ന് ഭഗവാൻ മനസ്സിലാവുന്നു. ആദ്യം കുംഭകർണൻ്റെ 2 ദീർഘങ്ങളായിട്ടുള്ള കരങ്ങളെ ഭഗവാൻ ഛേദിച്ചു എന്നാണ്. 2 കൈകളും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്ന സമയത്ത്, കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഭഗവാൻ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ കുംഭകർണനെ കാലപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുംഭകർണൻ്റെ മോക്ഷം ഉണ്ടായത്. അപ്പം യഥാർത്ഥത്തിൽ ഭഗവാൻ ചെയ്തത്, ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള രാവണനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവൽക്കാരനായിട്ടുള്ള ജയനെ ഭഗവാൻ ഈ ജന്മത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുമാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ രാമബാണം കൊണ്ട് കുംഭകർണൻ ഉണ്ടായിട്ടുള്ളതും മോക്ഷം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. രാമരാവണ യുദ്ധത്തിൻ്റെ അടുത്ത കഥകളിലേക്ക് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.